കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരളത്തിലും ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങുന്നത്. എസ് ശരൺ ചേർന്നു. ശരൺ, ഏതെല്ലാം സംഘടനകളുടെ പിന്തുണയാണ് ഈ സമരത്തിനുള്ളത്? ഏത് രീതിയിലായിരിക്കും സമരം? വിവാദ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ കർഷകർ നടത്തുന്ന സമരം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിലും അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഇപ്പോൾ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു ദിവസത്തേക്ക് മാത്രം ഈ സമരം ഒതുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ദേശീയ തലത്തിൽ എത്രത്തോളം കർഷകർ സമരം നടത്തുന്നു, അല്ലെങ്കിൽ കർഷക സമരം അവസാനിക്കുന്നത് വരെ കേരളത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ CPM നേതാക്കൾ തന്നെ ചേരുകയാണ്. അതായത് ദേശീയ തലത്തിൽ വലിയ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യമുണ്ട്. കർഷക സമരങ്ങൾ പൊതുവെ കേന്ദ്ര സർക്കാർ അതിനോട് അനുകൂലമല്ലാത്ത സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ എങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ്. പക്ഷേ എല്ലാ വിഭാഗം ആളുകളും ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ്. അതിശക്തമായ സമരമായിരിക്കും. ഇന്ന് മുതൽ തിരുവനന്തപുരത്ത് കേന്ദ്രമായി ഇവിടെ സത്യാഗ്രഹ ഭടന്മാർ വന്ന് സത്യാഗ്രഹം നടക്കും. കണ്ടിന്യൂസ് ആയിട്ട് അഖിലേന്ത്യാ തലത്തിലുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ 14-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലും ഇതേ സമരം ഉണ്ടാവും. അങ്ങനെയാണ് ആലോചിച്ചത്. ശരി, ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് സമരം ഉദ്ഘാടനം ചെയ്യാനായി പോകുന്നത്. ഏതായാലും ഇപ്പോൾ KN ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് സംയുക്ത കർഷക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇടതാഭിമുഖ്യമുള്ള സംഘടനകളാണ് കൂടുതലായി ഈ സമരം ഇവിടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ നമുക്കറിയാം, വിവാദ കാർഷിക നിയമങ്ങളോട് പൊതുവെ അത് പ്രാബല്യത്തിൽ വന്ന ശേഷം അത് പിൻവലിക്കില്ല എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ റദ്ദാക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹി അതിർത്തികളിൽ നടക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പിൻവലിക്കാതെ, അതായത് വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഡൽഹി അതിർത്തി പ്രദേശങ്ങളിൽ സമരം നടത്തുന്ന കർഷകർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരളത്തിലെ കർഷകരും അനിശ്ചിതകാല